ആളിയാർ ഡാമിൽ നിന്ന് ജലസേചനത്തിന് വെള്ളം കൊണ്ടുപോകുന്ന കോണ്ടൂർ കനാലിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ ചില്ലിക്കൊമ്പന്റേത് മുങ്ങിമരണമെന്ന് തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ. ആനയുടെ അടിവയറ്റിൽ ഒരു മുറിവുണ്ടായിരുന്നു. മറ്റൊരു ആനയുമായുള്ള സംഘട്ടനത്തിൽ കുത്തേറ്റതാകാനാണ് സാധ്യതയെന്നും തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കോണ്ടൂർ കനാലിന്റെ റാമ്പിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്ന ആന കാൽവഴുതി കനാലിൽ വീഴുകയായിരുന്നു. വീതി കുറഞ്ഞ കനാലിൽ 16 അടി വെള്ളമുണ്ടായിരുന്നു. മാത്രമല്ല ശക്തമായ ഒഴുക്കുമുണ്ടായിരുന്നു. പരിക്കും ശക്തമായ ഒഴുക്ക് മൂലം ആനയ്ക്ക് നീന്താൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ ഉടൻ അധികൃതരെ അറിയിച്ചു. കനാലിലെ ഒഴുക്ക് നിയന്ത്രിച്ചെങ്കിലും ആന അപ്പോഴേക്കും അവശനായി കഴിഞ്ഞിരുന്നുവെന്ന് പൊള്ളാച്ചി വനം റേഞ്ച് ഓഫീസ് അധികൃതർ പറഞ്ഞു. ചില്ലിക്കൊമ്പൻ ജീവനൊടുക്കിയതാവാമെന്ന തരത്തിൽ ചിലർ സംശയമുന്നയിച്ചിരുന്നു. കനാലിൽ ഒഴുക്കിൽപ്പെട്ടപ്പോൾ ചില്ലിക്കൊമ്പൻ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും നടത്താതിരുന്നതാണ് ചില്ലിക്കൊമ്പന്റേത് ആത്മഹത്യയാണോ എന്ന തരത്തിലുള്ള പ്രചാരണത്തിന് പിന്നിലുള്ളത്. ആനയെ കരയ്ക്കു കയറാൻ പ്രേരിപ്പിക്കുന്നവർ നിർദ്ദേശങ്ങൾ നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. എന്നിട്ടും ചില്ലിക്കൊമ്പൻ അതിനു ശ്രമിക്കാതെ മരണം വരിച്ചുവോ എന്നതാണ് ആനയുടെ രഹസ്യജീവിതം അറിയുന്നവർ ഉന്നയിച്ചിരിക്കുന്ന ആശയം. ശാരീരിക അവശതകളോ പ്രായാധിക്യമോ കൊണ്ട് വലയുമ്പോൾ ആനകൾ പുഴയിലെ കയങ്ങളിൽ ജീവനൊടുക്കാറുണ്ടെന്നതിന് സാക്ഷ്യമുണ്ട്. ഭക്ഷണം തീർത്തും ഉപേക്ഷിച്ച് ശാന്തമായി വെള്ളത്തിലിറങ്ങി നിന്ന് മരണം വരിക്കുന്ന കാട്ടാനയുടെ കഥ പ്രശസ്ത വേട്ടക്കഥാകാരനായ കെന്നത്ത് ആൻഡേഴ്സിന്റെ ദി ടൈഗർ റോഡ്സ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. Do you know where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park, India's best quality steel windows and doors.